രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധം. ദുബായ് വ്യവസായി മൊഴി നൽകി. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ള സംഘത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും സ്വർണ്ണപ്പാളി വിദേശത്തേക്ക് കടത്തിയെന്നുമുള്ള വിവരം കൈമാറിയ ദുബായിലെ വ്യവസായിയുടെ മൊഴിയെടുത്തു. ഇക്കാര്യം ദുബായിലെ വ്യവസായി തന്നോട് പറഞ്ഞെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കത്തു നൽകുകയും പിന്നീട് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതീവ രഹസ്യമായാണ് വ്യവസായി എത്തിയതും മൊഴി നൽകിയതും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ SIT. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായിക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങിയ അന്വേഷണ സംഘം കേസിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ്. പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ഹൈക്കോടതി നിയോഗിച്ച SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവെയാണ് പുതിയ നീക്കം. ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടിയുടെ മൂല്യം അതിനുണ്ടെന്നും മുൻപ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു വ്യവസായി തന്നോട് പറഞ്ഞതാണ് ഈ വിവരങ്ങളെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയത്. പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ പരാമർശിച്ച വ്യവസായിക്ക് നോട്ടീസ് നൽകാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൽ നിന്നും വിശദമായ മൊഴിയും രേഖപ്പെടുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയാണെന്ന് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ മൊഴി നൽകാൻ എത്തുമെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണ സംഘത്തിന്റെ അസൗകര്യം മൂലം മാറ്റുകയായിരുന്നു.